സോ നമ്മൾ ഇന്ന് മ്യൂണിക്കിൽ നിന്നൊരു ഡേ ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ ഡേ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂണിക്കിൽ നിന്ന് മിറ്റൻവാൽഡ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. മ്യൂണിക്ക് എന്ന് പറയുന്നത് ജർമ്മനിയിൽ ബവേറിയയിലുള്ള സ്ഥലമാണ്, സൗത്ത് ജർമ്മനിയിലുള്ള സ്ഥലമാണ്. സോ ഇവിടെ നിന്ന് മിറ്റൻവാൽഡിലേക്ക് നമ്മൾ റീജിയണൽ എക്സ്പ്രസ് എടുത്തിട്ടാണ് പോകുന്നത്. സോ നമ്മൾ മ്യൂണിക്കിൽ നിന്ന് ഒരു 110 കിലോമീറ്റർ അകലെയുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ആൽപ്സിൻ്റെ ഒക്കെ സൈഡിലേക്കാണ് പോകുന്നത്. ആൽപ്സിൻ്റെ സൈഡിലേക്കൊക്കെ അടുക്കും തോറും ആ ഒരു ജർമ്മനിയിലത്തെ ഗ്രാമങ്ങളുടെ ഭംഗിയൊക്കെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമുക്ക് തുടക്കത്തിൽ ചിലപ്പോൾ ഒരു മങ്ങിയ കാലാവസ്ഥയാണെങ്കിൽ കൂടിയിട്ട് ചിലപ്പോൾ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മൗണ്ടൈൻ്റെ ഒക്കെ അടുത്തേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടിയിട്ട് നല്ല സണ്ണി ആയിട്ടുള്ള വെതർ കിട്ടാനുള്ള ചാൻസ്. അങ്ങനെ ഗാർമീഷൻ കഴിഞ്ഞിട്ട് ക്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേഷനിൽ ട്രെയിൻ എത്തി. ഈ ക്ലൈസ് എന്ന് പറയുന്ന സ്റ്റേഷൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതാണ് ബവേറിയത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ട്രെയിൻ സ്റ്റേഷൻ. സോ ഇതും കഴിഞ്ഞിട്ട് വേണം മിറ്റൻവാൽഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ പതുക്കെ മിറ്റൻവാൽഡിൻ്റെ ട്രെയിൻ സ്റ്റേഷനിലെത്തി. അപ്പോൾ ട്രെയിൻ സ്റ്റേഷനിലെത്തിയിട്ട് നല്ല ഭംഗിയുള്ള ട്രെയിൻ സ്റ്റേഷനാണത്. ഇതിൻ്റെ ബാക്കിൽ കാർവെൻഡൽ മൗണ്ടെയ്ൻസ് ഒക്കെ കാണാൻ പറ്റും. അത് ആൽപ്സിൻ്റെ തന്നെ പാർട്ടായിട്ടുള്ള മൗണ്ടെയ്ൻസാണ്. പിന്നെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ സെൻട്രലായിട്ടുള്ള മാർക്കറ്റിലേക്ക് പോകാമെന്നുള്ള പ്ലാനിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചുറ്റും നല്ല ഭംഗിയുള്ള ബിൽഡിങ്സ്, ബവേറിയത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ഹൗസസ് നമുക്ക് കാണാൻ പറ്റും. അതിനകത്തൊക്കെ ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങുകളിലും വീടുകളിലും ഇതിൻ്റെയൊക്കെ ചുവരുകളിലും ഫ്രെസ്കോ പെയിൻറ്റിങ്സ് കാണാൻ പറ്റും. അപ്പോൾ ഈ ഫ്രെസ്കോ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് മ്യൂറൽ ആർട്ട് ഫോമാണ്. അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള പടങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങൾ പതുക്കെ സെൻട്രൽ മാർക്കറ്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇത് സെൻട്രൽ മാർക്കറ്റിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു സ്ട്രീറ്റാണ്. അവിടുന്ന് നമ്മൾ പതുക്കെ സെൻറ്റ് പീറ്റർ ആൻഡ് സെൻറ്റ് പോൾ ചർച്ചിൻ്റെ അവിടേക്ക് നടക്കുകയാണ്. അപ്പോൾ ഈ ചർച്ചും ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. ഇതിൻ്റെ വാളിൽ നമുക്ക് ഈ ഫ്രെസ്കോ ആർട്ട് ഫോം കാണാൻ പറ്റും. നല്ല ഭംഗിയുള്ളൊരു ചർച്ചാണത്. മിറ്റൻവാൽഡ് പിന്നെ ഫേമസ് ആയിട്ടുള്ളത് വയലിൻ മേക്കിംഗ് ഹിസ്റ്ററിക്കാണ്. അപ്പോൾ അതിനകത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റാണ് മത്തിയാസ് ക്ലോട്ട്സ് എന്ന് പറയുന്നത്. ആളുടെ സ്റ്റാച്ചു ആണ് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ നമ്മൾ പതിയെ പള്ളിയിലേക്ക് കയറുകയാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയുടെ ഫോട്ടോ ഒന്നും മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു എക്സ്പെക്റ്റേഷനും ഇല്ലാതെയാണ് പള്ളിയുടെ ഉള്ളിലേക്ക് കയറിയത്. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾട്ടാറും അതേപോലെ തന്നെ അവിടുത്തെ ലൈറ്റ്സും അറേഞ്ച്മെൻറ്റ്സും അതൊക്കെ നല്ല ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു അറ്റ്മോസ്ഫിയർ. ഈ ചർച്ചിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ സെൻറ്റ് പീറ്ററിൻ്റെയും സെൻറ്റ് പോളിൻ്റെയും അവരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള പെയിൻറ്റിങ്സാണ് നമുക്ക് ഇതിൻ്റെ സീലിങ്ങിലൊക്കെ കാണാൻ പറ്റുന്നത്. ഈ ഒരു പള്ളി പണി തീർത്തത് 1746 അതായത് 1746. ഈ പള്ളി പണി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു 10 കൊല്ലം എടുത്തു. ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് മെയിനായിട്ടുള്ള ഈ പള്ളിയിലത്തെ പെയിൻറ്റിങ്. പള്ളിയിൽ കുറച്ചും കൂടി സമയം ചെലവഴിച്ചതിന് ശേഷം ഞങ്ങൾ പതുക്കെ ഇറങ്ങി നടന്നപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ബിൽഡിങ്സിലും നമുക്ക് ഈ ഒരു ആർട്ട് ഫോം കാണാൻ പറ്റും. അതും വേറെ വേറെ പിക്ചേഴ്സാണ്. അതിപ്പോൾ റിലീജിയസ് ആയിട്ടുള്ള പിക്ചേഴ്സ് മാത്രമല്ല, നമുക്ക് ഇവിടുത്തെ ആൾക്കാരുടെ ലൈഫിനെ ബേസ് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സ് ആണെങ്കിൽ അവിടുത്തെ ഓണറിൻ്റെ ആയിരിക്കും, അവരുടെ ഒക്കെ പിക്ചേഴ്സൊക്കെ കാണാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ മിറ്റൻവാൽഡ് എന്ന് പറയുന്നത് വയലിൻ മേക്കിംഗ് അതിനും ഫേമസ് ആണ്. അങ്ങനെ സിറ്റിയൊക്കെ കണ്ടിട്ട് മേലേക്ക് കുറച്ചും കൂടി ഹൈക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു. സോ ഈ ഹൈക്ക് ചെയ്തിട്ട് ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചത് അവിടുത്തെ ഒരു ലേക്കിലേക്കാണ്. ഒരു ചെറിയൊരു ലേക്കാണ്. അപ്പോൾ ഈ ഹൈക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം സ്റ്റീപ്പായിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഹൈക്കിംഗ് ട്രെയിലായിരുന്നു തുടക്കത്തിൽ തന്നെ. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ ബെഞ്ചസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇരുന്നിട്ട് എന്തെങ്കിലും കഴിക്കാനും റിലാക്സ് ചെയ്യാനും അവിടെ ഇരുന്നിട്ടുള്ള ഈ കാർവാൻഡൽ മൗണ്ടെയ്ൻസിൻ്റെ വ്യൂ ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നല്ല സ്റ്റീപ്പായിട്ടുള്ള സ്ഥലം കഴിഞ്ഞപ്പോൾ പതുക്കെ നേരെയുള്ള സ്ഥലമൊക്കെ വരാൻ തുടങ്ങി. ഇതിൽ മെയിനായിട്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ ഹൈക്ക് ചെയ്തിട്ട് നമ്മളൊരു സ്ഥലത്തെത്തിക്കഴിയുമ്പോൾ അവിടെ കുറച്ച് സ്റ്റോൺസിൻ്റെയും ഗ്രാനൈറ്റിൻ്റെയും ഒക്കെ എക്സിബിഷൻ പോലെയുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആൽപ്സിൽ നിന്ന് ഓരോരോ പാർട്ടിയിൽ നിന്ന് കിട്ടിയ ഗ്രാനൈറ്റുകൾ അല്ലെങ്കിൽ കാൽക്ക് അതൊക്കെയാണ്. സോ അതൊക്കെ കണ്ടിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് കുറച്ചുകൂടി നടന്നു. അപ്പോൾ നടന്നു കഴിഞ്ഞപ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വ്യൂ ആണ്. അപ്പോൾ ഈ കാർവാൻഡൽ മൗണ്ടൈൻ്റെ തന്നെ കുറച്ചും കൂടി പാർട്സൊക്കെ കാണാൻ പറ്റും. ഇവിടെയൊക്കെ ഇരുന്നിട്ട് റെസ്റ്റ് ചെയ്തിട്ട് പോകണം എന്നുള്ളവർക്കാണെങ്കിൽ ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻറ്റും കൂട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വ്യൂ പോയിൻറ്റ് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത് കാർവാൻഡൽ മൗണ്ടൻസിൻ്റെ ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഞങ്ങൾ തീരുമാനിച്ച ആ ഒരു സീയിലേക്ക് ഒരു 5 മിനിറ്റ്സും കൂടിയിട്ട് നടക്കാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഹയറിലേക്ക് എത്തിയപ്പോഴേക്കും കുറച്ചും കൂടി മഞ്ഞൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മഞ്ഞൊക്കെ നല്ല രീതിക്ക് അവിടെ, നല്ല രീതിക്ക് അല്ലെങ്കിലും അത്യാവശ്യം താഴത്തേനെ കമ്പയർ ചെയ്തിട്ട് കുറച്ചും കൂടിയൊക്കെ മഞ്ഞൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെ മേലെ ഒരു കുഞ്ഞൊരു കപ്പേളയൊക്കെ ഉണ്ട്. ആ കപ്പേളയുടെ അടുത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല. ഞങ്ങൾ നേരെ ലേക്കിൻ്റെ സൈഡിലേക്കാണ് പോയത്. അപ്പോൾ ലേക്ക് അകലേന്ന് തന്നെ കണ്ടപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഫ്രോസണായിട്ട് കിടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നിരുന്നാലും മേലെ വരെ വന്നതാണല്ലോ, അപ്പോൾ പിന്നെ ലേക്ക് കണ്ടിട്ട് പതിയെ താഴേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ലേക്കിൻ്റെ സൈഡിലേക്ക് പതുക്കെ നടക്കുക. സോ ഈ ലേക്ക് ഇങ്ങനെ ഫ്രോസണായിട്ടാണ് കിടക്കണമെങ്കിലും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ സമ്മറിലുള്ള പിക്ചേഴ്സൊക്കെ ഈ ലേക്കിൻ്റെ കണ്ടിരുന്നു. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഗ്രീൻ അല്ലെങ്കിൽ എമറാൾഡ് കളർ വാട്ടറൊക്കെ ഇതിനകത്ത് ഉണ്ടാവാറ്. അപ്പോൾ അതൊന്നും കാണാനുള്ള ഒരു എന്താ പറയുക, ആ ഒരു ഭാഗ്യമൊന്നും നമുക്ക് വിൻ്റർ ടൈമിൽ കിട്ടില്ല. അപ്പോൾ ഇങ്ങനെയാണ് സമ്മർ ടൈമിൽ സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഈ ഐസിലൊക്കെ ഒന്ന് തട്ടിയൊക്കെ നോക്കി അത് പൊട്ടുമോ നോക്കി. പക്ഷേ ഇത് പൊട്ടിയൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം വെയിറ്റൊക്കെ ഹോൾഡ് ചെയ്യണതാന്ന് തോന്നുന്നു. എന്നാലും ഇറങ്ങിയൊന്നും നോക്കിയില്ല. ചില പാർട്സിലൊക്കെ കുറച്ചൊക്കെ വെള്ളം കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടറായിരുന്നു. പിന്നെ ആ ഒരു എന്താ പറയുക, ആൽപ്സിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ, ഈ ലേക്കിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആൽപ്സും കൂടിയിട്ട് വരുമ്പോൾ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. സോ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ലഞ്ചൊക്കെ കഴിച്ച് ആ ഒരു വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിട്ട് പതുക്കെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടിരിക്കാം. സോ നമ്മൾ വന്ന വഴിയല്ല കേട്ടോ താഴേക്ക് ഇറങ്ങുന്നത്. താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായി കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളൊരു വഴി ഉണ്ടായിരുന്നത്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള വഴിയാണ്. വണ്ടിയൊക്കെ മേലേക്ക് നേരെ വരാൻ പറ്റിയ തരത്തിലുള്ള വഴിയാണ്. പക്ഷെ താഴേക്ക് ഇറങ്ങിയപ്പോൾ സ്നോ വീണ് കിടക്കണ കാരണം കൊണ്ടിട്ട് ബ്ലാക്ക് ഐസ് ഉണ്ടായിരുന്നു. സോ 2-3 പ്രാവശ്യമൊക്കെ വീഴാൻ പോയി. വീണില്ല എന്നാലും. പിന്നെ ഈ താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കുറച്ചും കൂടി മിറ്റൻവാൾഡിൻ്റെ സൈഡിൽ നിന്നുള്ളൊരു വ്യൂവും പിന്നെ അതിൻ്റെ സൈഡിലുള്ളൊരു പാർക്കൊക്കെ കണ്ടേ. അപ്പോൾ ഈ പാർക്കെന്ന് പറഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറേ പൈൻ മരങ്ങളൊക്കെയുള്ള പാർക്കായിരുന്നു. അവിടെ ഈ കുഞ്ഞു ഫൗണ്ടെയിൻ്റെ ഉള്ളിൽ മഴവില്ലൊക്കെ കാണാൻ പറ്റി. സോ അത് ഞങ്ങളൊട്ട് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു കാര്യമായിരുന്നു. പിന്നെ അവിടുത്തെ മരങ്ങളൊക്കെ കാണാനായാലും അതിൻ്റെ ഒരു സെറ്റിങ്സ് നല്ല കാം ആൻഡ് പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. പിന്നെ ബേർഡ്സിനൊക്കെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇതേപോലെയുള്ള കുഞ്ഞു സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ മിറ്റൻവാൾഡൊക്കെ കണ്ട് പതിയെ ഞങ്ങൾ തിരികെ മ്യൂണിക്കിലേക്ക് വണ്ടി കയറാൻ നോക്കിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നില്ല. ബസ് എടുത്തിട്ട് ഗാർമിഷിലേക്ക് വന്നിട്ടാണ് ഞങ്ങൾ ട്രെയിൻ എടുത്തത്. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. നിങ്ങൾ മ്യൂണിക്കിൽ നിന്ന് ഡേ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ലൊരു സ്പോട്ടാണ്. സോ സീ ഇൻ അനദർ വീഡിയോ. ബൈ ബൈ.